ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കഴിഞ്ഞ ഗവൺമെന്റ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രദേശത്തെ ജനങ്ങളെ. തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിൽ റോഡിന് പകരം തുരങ്കം നിർമ്മിച്ചപ്പോൾ 1.5 കിലോമീറ്റർ സോളാർ വേലി സ്ഥാപിക്കുന്നതാണ്. ആനകൾ സോളാർ സ്ഥാപിച്ചിരുന്നതാണ്. ആനകൾ ഷോളയാർ വനത്തിൽ നിന്നും ഉൾപ്പെടെ ചേലക്കരയുടെ വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണം ഇത് നമുക്ക് മുമ്പുണ്ടായിരുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് പറയാതെ പോകാൻ സാധിക്കും. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അന്നത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രദേശത്ത് ഈ ചുരങ്കം നിർമ്മിച്ചപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ കയ്യിൽ പറ്റിയ ഭരണാധികാരികളുടെ കയ്യിൽ പറ്റിയിട്ടുള്ള തെറ്റിന്റെ പാപഭാരമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. അത് ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണെങ്കിലും ചേലക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്താണെങ്കിലും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്താണെങ്കിലും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഞങ്ങളുടെ ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇനി വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ നിവേദനമായി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് പോയി ഇവരെ കണ്ടതിന്റെ നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞങ്ങൾ വീണ്ടും ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഇവർക്ക് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. അന്നത് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടം ഈ മേഖലയിൽ ഉണ്ടാവില്ലായിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വനാതിർത്തി പ്രദേശങ്ങളിൽ നിരന്തരമായ ആന ഇറങ്ങുന്നതും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും അതീവ ഗുരുതര വിഷയമായി കണ്ട് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര നടപടികളിലേക്ക്. കഴിഞ്ഞ കുറെ നാളുകളായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അതിർത്തിയില് വനാതിർത്തിയില് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിലെ എളനാട്, തൃക്കണായ, പഴയന്നൂർ തുടങ്ങി ഇങ്ങോട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ തോണൂർക്കര, തോട്ടക്കൂട് മേഖല, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ചിറങ്കോണം, പോത്തുകണ്ടം പ്രദേശം, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ മണലാടി, പാറപ്പുറം, ആറ്റൂർ കമ്പനിപ്പടി, ആറ്റൂർ പ്ലാവിൻചോട്, ആറ്റൂർ വളവ് കാരക്കാട്, വാഴക്കോട്, അകമല, ഇത്രയും പ്രദേശത്ത് ഈ പ്രദേശം മുഴുവനും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവിടെ ഒറ്റപ്പെട്ട വീടുകളല്ല, ഇവിടെയൊക്കെ ജനങ്ങൾ ധാരാളം, പ്രത്യേകിച്ച് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കകത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്. പാഞ്ഞാളിന്റെ കുറെ ഭാഗം ചിറങ്കോണം മുതൽക്ക് ഇങ്ങോട്ട് അകമല വരെയുള്ള പ്രദേശം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. വനത്തിനോട് വനാതിർത്തിയാണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി ഇവിടെ സ്ഥിരമായി ആനയുടെ ശല്യം വളരെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വരുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മണലാടിയിലെ ജനവാസ മേഖലയിലെ ആറ്റൂര് കാർത്യാനി ക്ഷേത്രം മുതലുള്ള പ്രദേശങ്ങളിലെ ആന ഇറങ്ങിയപ്പോൾ അന്ന് ജനങ്ങളെ, നാട്ടുകാരെ ശക്തിയായ പ്രതിഷേധം അന്നുണ്ടായതാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ കാണുകയും ഈ ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്റർക്കും ഇതിന്റെ ആഘാതങ്ങളെ സംബന്ധിച്ച് നിവേദനം കൊടുത്തു.
കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വനാതിർത്തി മേഖലയിൽ മാത്രം ശല്യം ചെയ്തിരുന്ന കാട്ടാനകളിപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ. സോളാർ സെൻസിംഗ് ആനകളുടെ റിവേഴ്സ് ഡ്രൈവ് ആവശ്യമായി വന്നാൽ മയക്കുവെടി വെച്ച ആനകളെ തുരത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മന്ത്രിയുമായി ചർച്ച നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇത് നിർവാഹമില്ലെങ്കിൽ മയക്കുവെടി വെക്കണം. മയക്കുവെടി വെക്കാനായിട്ട് നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യജീവനെ കാട്ടാനകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് അതാണ്. മയക്കുവെടി വെക്കാനായിട്ട് നിയമമില്ല എന്ന് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. മനുഷ്യജീവനെ കാട്ടാനകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അത് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതുമായിട്ട് അതിന്റെ വകുപ്പ് മന്ത്രിയും ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മുള്ളൂർക്കര പഞ്ചായത്തിന്റെ വനാതിർത്തി മേഖലയിൽ നടന്നു വരുന്ന സോളാർ ഫെൻസിംഗ്, ഈ സോളാർ ഫെൻസിങ് കുറേയും കൂടി ദ്രുതഗതിയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നിയോജക മണ്ഡലം MLA എളനാട് ഫോറസ്റ്റ് മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിങ്ങിൽ ഞാൻ ഈ കാര്യം വളരെ ഇതായിട്ട് പറഞ്ഞതാണ്. അന്ന് അവരൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള നിലയ്ക്ക് പോയാൽ പറ്റില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് അവിടെ ഈ മുള്ളൂർക്കര പഞ്ചായത്തിന്റെ വനാതിർത്തിയിൽ ആകെ 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് സോളാർ ഫെൻസിംഗ് ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ആകെ 3 വളവ് കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രം. ആ സോളാർ ഫെൻസിങ്ങിൽ തന്നെ കഴിഞ്ഞ ദിവസം കാരക്കാട് പ്രദേശവാസികള് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര് ഉൾപ്പെടെ യോഗം ചേർന്നപ്പോൾ പ്രദേശവാസികൾക്ക് ആ സോളാർ ഫെൻസിങ്ങിനെ സംബന്ധിച്ച് ഒട്ടേറെ ആക്ഷേപമുണ്ടായിരുന്നു. അത് പരിഹരിക്കണം എന്ന് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. അവരെയും കൂടി വിളിച്ച് അത് ബോധ്യപ്പെടുത്തണം, അതിന്റെ പ്രായോഗികത ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. 3 കിലോമീറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രദേശം മുഴുവനും കിടക്കുകയാണ്. അപ്പൊ അടിയന്തരമായി ഞങ്ങൾ സോളാർ ഫെൻസിംഗ് നടത്തുന്നതിന് ആവശ്യമായിട്ട് ഗവൺമെന്റിനെ സമീപിക്കുന്നു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കുതിരാൻ തുരങ്കം നിർമ്മിച്ചപ്പോൾ 1.5 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വേലി സ്ഥാപിക്കാതിരുന്നതാണ് ആനകൾ ഷോളയാർ വനത്തിൽ നിന്നും ചേലക്കരയുടെ വനാതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണം. ഇത് മുൻപുണ്ടായിരുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉടൻ തന്നെ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ നേരിട്ട് കാണും. കുതിരാനിൽ അടിയന്തര സോളാർ ഫെൻസിംഗ് നടത്തി നിലവിൽ ചേലക്കര എളനാട് വനമേഖലയിലുള്ള ആനകളെ റിവേഴ്സ് ഡ്രൈവ് നടത്തി തിരിച്ചയക്കുന്നതിനും ആവശ്യമായി വന്നാൽ മയക്കുവെടി വെച്ച ആനകളെ തുരത്തുന്നതിനും മന്ത്രിയുമായി ചർച്ച നടത്തും. നിലവിൽ മുള്ളൂർക്കര വനാതിർത്തിയിൽ നടക്കുന്ന സോളാർ ഫെൻസിംഗ് വർക്കുകൾ ദ്രുതഗതിയിലാക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം അടുത്ത ദിവസം തന്നെ മുള്ളൂർക്കര പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർക്കും. PRT അംഗങ്ങൾക്ക് കൂടുതൽ പരിശീലനവും സംവിധാനങ്ങളും ഒരുക്കും. സ്ഥലം MLA UR പ്രദീപ്, MP K രാധാകൃഷ്ണൻ എന്നിവർക്ക് അടിയന്തര നിവേദനം നൽകും. ചെറുതുരുത്തി പോലീസ് SHOയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് സേവനം ഉറപ്പാക്കും. വാഴക്കോട് മുതൽ മണലാടി വരെയുള്ള സംസ്ഥാന പാതയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. അടിയന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വാർഡ് മെമ്പർമാർക്ക് പുറമെ മറ്റു മെമ്പർമാർക്കും ചുമതല നൽകും. മച്ചാട് മായന്നൂർ ഫോറസ്റ്റ് അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ന് തന്നെ DFOയുമായി സംസാരിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. വളരെ ഭംഗിയായി ഫോറസ്റ്റ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. ആ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഇന്ന് അനാഥാലയങ്ങളായി കിടക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തോളമായിട്ട് ആ 2 ഫോറസ്റ്റ് സ്റ്റേഷനും അനാഥാലയങ്ങളായി കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി മാറിയിരിക്കുകയാണ് ആ ഫോറസ്റ്റ് സ്റ്റേഷൻ. അവിടെ ഒരു നടപടിയുമില്ല. ഇതിനു മുൻപ് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, അത് തുറക്കണം എന്നാവശ്യപ്പെട്ടതാണ്. പക്ഷെ അത് തുറന്നിട്ടില്ല. അവിടെ ആ 2 ഫോറസ്റ്റ് സ്റ്റേഷനും അനാഥാലയങ്ങളായി കിടക്കുകയാണ്. ഇത്തരമൊരു ഗുരുതരാവസ്ഥ നാട്ടിൽ നിലനിൽക്കുമ്പോൾ കാട്ട് മൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം ഇത്രയും ഗുരുതരമായി നിൽക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ അടഞ്ഞു കിടക്കുകയാണ്. ആ ഫോറസ്റ്റ് സ്റ്റേഷൻ അടിയന്തരമായി തുറന്ന് അവിടെ ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് അവിടേക്ക് വിന്യസിച്ച് അവരുടെ സേവനം ഞങ്ങൾക്ക് ലഭ്യമാകണം. ഇത്രയും കാര്യങ്ങൾ
ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടത്താനായിട്ട്. ന്യൂസ് ഡെസ്ക് CCV.